Hi, I am Roger Jose, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023 CUET എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇതിലൂടെ എങ്ങനെയാണ് ഒരു അഗ്രികൾച്ചർ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നത്, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ ധാരാളം സംശയങ്ങളാണ്. ഈ സംശയങ്ങളൊക്കെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൃത്യമായ രീതിയിൽ ക്ലിയർ ചെയ്യുവാനാണ് ആൽഫയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി ആൽഫ അക്കാഡമി വരുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇതേപോലെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാവരിലേക്കും എത്താൻ തീർച്ചയായും സഹായിക്കും. നമുക്ക് നോക്കാം എന്താണ് മുൻപുണ്ടായിരുന്ന ICAR എക്സാമിനേഷനും ഇപ്പോൾ ഉള്ള CUET എക്സാമിനേഷനും. ICAR എന്നത് ഒരു ബോഡിയാണ്. ഇന്ത്യയിലുള്ള 52 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന 11 കോഴ്സുകളെ കൺട്രോൾ ചെയ്യുന്ന, പരീക്ഷകൾ നടത്തി ഈ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സെൻട്രൽ സിസ്റ്റമാണ് ICAR, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച്, ICAR. ഈ അഗ്രികൾച്ചർ ബോഡി ആണ് എല്ലാ അഡ്മിഷനും കംപ്ലീറ്റ് ചെയ്യുന്നതും, കോഴ്സുകൾ റൺ ചെയ്യുന്നതും, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത്. പക്ഷേ ഈ ICARൻ്റെ അണ്ടറിൽ വരുന്ന 52 യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നടക്കുവാൻ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് ICAR അല്ല, മറിച്ച് നമുക്കറിയാം ഇന്ത്യ മുഴുവനുള്ള നീറ്റിൻ്റെയും JEEയുടെയും ഒക്കെ പരീക്ഷകൾ നടത്തുന്ന, പരീക്ഷകൾ ഓർഗനൈസ് ചെയ്യുന്ന NTA തന്നെയാണ് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ NTA ആണ് ഈ CUET എക്സാമിനേഷൻ നടത്തുന്നത്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ NEET എക്സാമിനേഷൻ എഴുതിയവർക്കോ KEAM എക്സാമിനേഷൻ എഴുതിയവർക്കോ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന 11 കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ, ഓൾ ഇന്ത്യ വൈസ് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം CUET എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവണം. ഈ CUET എക്സാമിനേഷൻ നടത്തുന്നത് NTA ആണ്. അവിടെ NTAയുടെ ജോലി എന്ന് പറയുന്നത് ഈ എക്സാമിനേഷൻ നടത്തി റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, അത്ര മാത്രമാണ്. അപ്പോൾ ഈ ICAR എക്സാമിനേഷൻ നടത്താൻ NTA ഏൽപ്പിച്ചിരിക്കുന്നു. NTA CUET എക്സാമിനേഷൻ നടത്തുന്നു, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. അതോടുകൂടി NTAയുടെ ഡ്യൂട്ടി തീർന്നു. ഇനി അടുത്ത ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നത് വീണ്ടും ICAR തന്നെയാണ്. അല്ലെങ്കിൽ ആ CUET വഴി അതിൽ പങ്കെടുത്ത യൂണിവേഴ്സിറ്റികൾ ഏതെല്ലാം ഉണ്ടോ അവർ തന്നെയാണ് ഇനി അവരവരുടെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചർ സെക്ടറിലെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്മിഷൻ ആഗ്രഹിച്ച് ഈ CUET എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾ ഇനി അടുത്ത സ്റ്റെപ്പായി എല്ലാം ചെയ്യേണ്ടത് ICARൻ്റെ വെബ്സൈറ്റിലൂടെയാണ്. ആ വെബ്സൈറ്റിലൂടെയാണ് നാം അഡ്മിഷൻ പ്രൊസീജിയർ മനസ്സിലാക്കേണ്ടതും, കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതും, ഒരു കോളേജിലേക്കുള്ള സെലക്ഷൻ നേടിയെടുക്കേണ്ടതും എല്ലാ പ്രൊസീജിയറും ഇനി കംപ്ലീറ്റ് ചെയ്യുന്നത് ICAR ത്രൂ ആണ്. ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ICARexams.net. ഈ സൈറ്റിലൂടെയാണ് ഇനിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് എല്ലാം നാം മനസ്സിലാക്കേണ്ടതും അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കേണ്ടതും എല്ലാം. ഇനി നമുക്ക് നമ്മുടെ NTAയുടെ സ്കോറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഷീറ്റാണ്. ഈ ഷീറ്റിൽ 3 കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ നാം നോക്കിയാൽ അവിടെ കാണാം ഒരു കുട്ടിയുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് എല്ലാം, ആ കാൻഡിഡേറ്റിൻ്റെ നെയിം, റോൾ നമ്പർ, പേരൻറ്റിൻ്റെ നെയിം, ഇങ്ങനെ വരുന്ന പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണാവുന്നത് സ്കോർ കാർഡാണ്. NTA നടത്തിയ ഈ CUET എക്സാമിനേഷനിൽ നാം ഏതൊക്കെയാണോ സബ്ജക്റ്റുകൾ പരീക്ഷ എഴുതിയത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണോ, ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ ആണോ, അതോ ഇതെല്ലാം ചേർത്തിട്ടാണോ, ഇനി മറ്റുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഇംഗ്ലീഷോ ഫിസിക്സോ ഒക്കെ പരീക്ഷകൾ എഴുതിയിട്ടുണ്ടോ, നാം ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണ് എഴുതിയിരിക്കുന്നത്, ഈ സബ്ജക്റ്റുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക്, അതാണ് സ്കോർ കാർഡിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ 2 മാർക്കുകൾ നമുക്ക് കാണാം. ഒന്ന്
പെർസെൻറ്റൈൽ സ്കോറും മറ്റൊന്ന് NDA സ്കോറും. ഇനി എന്താണ് ഈ പെർസെൻറ്റൈൽ സ്കോർ എന്നും രണ്ടാമത്തത് എന്താണ് NDA സ്കോർ എന്നും നമുക്ക് മനസ്സിലാക്കാം. പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറയുന്നത് നാം എഴുതിയ പരീക്ഷയിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, ആ മാർക്കിനേക്കാൾ താഴെ എത്ര വിദ്യാർത്ഥികളുണ്ട്, ആ വിദ്യാർത്ഥികളിൽ നമ്മൾ എത്ര പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവിടെ പെർസെൻറ്റൈൽ സ്കോറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് അവിടെ കാർഡിൽ ഫിസിക്സിന് 94% എന്നാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന മാർക്കല്ല, മാർക്കിൻ്റെ പെർസെൻറ്റേജ് അല്ല, പകരം പെർസെൻറ്റൈലാണ്. അതായത് എന്നേക്കാൾ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്ത 6% കുട്ടികൾ വേറെ ഉണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പെർസെൻറ്റൈൽ സ്കോറിലൂടെ എനിക്ക് മൊത്തം എഴുതിയ വിദ്യാർത്ഥികളിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പെർസെൻറ്റൈൽ സ്കോർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം നമ്മുടെ ഓരോ സബ്ജക്റ്റിലും ഫിസിക്സിൽ എൻ്റെ പെർസെൻറ്റൈൽ സ്കോർ എത്രയാണ്, കെമിസ്ട്രിയിൽ എൻ്റെ പെർസെൻറ്റൈൽ സ്കോർ എത്രയാണ്, ബയോളജിയിൽ എൻ്റെ പെർസെൻറ്റൈൽ സ്കോർ എത്രയാണ്, ഇനി ഇത് മൂന്നും കൂടെയുള്ള അഗ്രിഗേറ്റ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് മൂന്നും എടുത്തിട്ട് ടോട്ടൽ പെർസെൻറ്റേജ് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഇതിൻ്റെ ടോട്ടൽ പെർസെൻറ്റൈൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി NDA സ്കോർ എന്ന് പറയുന്നത് ഈ മുഴുവൻ വിദ്യാർത്ഥികളും, ഇവിടെ പെർസെൻറ്റൈൽ പറയുന്നത് ഒരു സെക്ഷനിൽ എഴുതിയ വിദ്യാർത്ഥികളുടെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ മുഴുവൻ എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്നുള്ള നമ്മുടെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് NDA സ്കോർ അനൗൺസ് ചെയ്യുന്നത്. ഇനി ഇതിലേതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ ഇത് രണ്ടും അവിടെ കൺസിഡർ ചെയ്യും. അത് ഓരോ യൂണിവേഴ്സിറ്റിയാണ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. എങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാം, ഒരു അഗ്രികൾച്ചർ സെക്ടറിലെ 11 കോഴ്സുകളെ ടാർഗറ്റ് ചെയ്ത് CUET എക്സാമിനേഷൻ, അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ, ബയോളജിയോ, അഗ്രികൾച്ചറോ ഏതുമാവട്ടെ, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു 90% മുകളിലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സും ഒരു യൂണിവേഴ്സിറ്റിയും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിൽ താഴെയാണെങ്കിലും അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇതിലുള്ള പല കോഴ്സുകൾക്കും ഇന്ത്യയിൽ തന്നെ 52-ലധികം യൂണിവേഴ്സിറ്റികൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒരു 80% വന്ന കുട്ടികൾക്ക് പോലുമൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സാധ്യതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് ഉയർന്നു കിട്ടിയിട്ടുണ്ട്, 99% ഉണ്ടോ, ഈ 95% ആണോ, 90 ആണോ, ഏതുമാവട്ടെ നാം കൃത്യമായി ഇനി ICARൻ്റെ സൈറ്റിലൂടെ അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കണം. ഇനി ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ കാർഡിൻ്റെ അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് യൂണിവേഴ്സിറ്റികൾ എന്നുള്ളതാണ്, യൂണിവേഴ്സിറ്റീസ് എന്നാണ്. അതായത് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നാം എഴുതിയ സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഡ്മിഷന് എലിജിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതിയ ഒരു കുട്ടിയാണെങ്കിൽ താഴെ അവിടെ കാണുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നായിരിക്കാം. അപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഈ 11 കോഴ്സുകളിലേക്കും ഈ കുട്ടിക്ക് എലിജിബിലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ ഈ കാർഡിൽ നിന്നും 3 സെക്ഷനിൽ വരുന്ന നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനും സ്കോർ കാർഡും യൂണിവേഴ്സിറ്റിയും മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏതൊക്കെ കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. ഇതിന് അടുത്ത സ്റ്റെപ്പായി ഇനി ICARൻ്റെ സൈറ്റിലൂടെ അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങുമ്പോൾ അതിൽ കൃത്യമായി പങ്കെടുക്കാനും ആ സൈറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് കൃത്യമായി മനസ്സിലാക്കാനും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം ഈ 52 യൂണിവേഴ്സിറ്റികളിൽ എനിക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുഴുവനുള്ള ഈ 52 യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ സീറ്റും ഫില്ല് ചെയ്യുന്നത് ICAR അല്ല. ICARൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ 52 കോളേജുകളുടെയും 15% സീറ്റുകൾ മാത്രമാണ് ICAR ഫില്ല് ചെയ്യുക. അതായത് നമ്മുടെ കേരളത്തിലുള്ള കോളേജുകളുണ്ട്, അഗ്രികൾച്ചറിൻ്റെയും ഫിഷറീസിൻ്റെയും ഫോറസ്ട്രിയുടെയും ഒക്കെ വരുന്ന കോളേജുകൾ. ഈ കോളേജുകളുടെയും
15% സീറ്റ് മാത്രമാണ് ICAR ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ മുഴുവനുള്ള അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന 11 കോഴ്സുകൾ, ഈ 11 കോഴ്സിൽ തന്നെ 4 കോഴ്സ് എന്ന് പറയുന്നത് ബിടെക് കോഴ്സുകളാണ്. ബാക്കി 7 കോഴ്സ് എന്ന് പറയുന്നത് BSc കോഴ്സുകളും BSc ഹോണേഴ്സ് കോഴ്സുകളുമാണ്. അപ്പോൾ ഈ 11 സെക്ടറിലെ കോഴ്സുകളിലേക്കും ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ, ഈ 11 കോഴ്സുകളുടെയും ഇന്ത്യ മുഴുവനുള്ള യൂണിവേഴ്സിറ്റികളുടെ 15% സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുവാനാണ് നാം ഈ ICAR ത്രൂ അപ്ലൈ ചെയ്യുന്നതും അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കുന്നതും. അവിടെയും 4 അലോട്ട്മെന്റുകളായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് വിശദമായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അറിയിക്കാൻ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഇത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 85% സീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? അത് നീറ്റ് എക്സാമിനേഷൻ്റെ മാർക്കിലൂടെ കേരള സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ അതാത് സ്റ്റേറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലൂടെ ഓരോ സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റിലുള്ള ബാക്കിയുള്ള 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത്. നമുക്കറിയാം മെഡിക്കൽ സെക്ടറിലെ MBBSഉം BDSനും നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ അഡ്മിഷൻ കഴിഞ്ഞാൽ ബാക്കി സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലൂടെയാണ് MBBSൻ്റെയും BDSൻ്റെയും 85% സീറ്റ് ആ സ്റ്റേറ്റിൽ ഫില്ല് ചെയ്യുക. അതിനോടൊപ്പം ബാക്കി വരുന്ന കോഴ്സുകളായ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഈ കോഴ്സുകളുടെ എല്ലാം സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, എൻട്രൻസ് കമ്മീഷണറാണ്. ഈ കൂട്ടത്തിലാണ് KEAM ആണ് ബാക്കി വരുന്ന 85% സീറ്റ് നമ്മുടെ കേരളത്തിലെ സീറ്റുകൾ ഫില്ല് ചെയ്യുക. അതിനകത്ത് നമ്മുടെ കേരളത്തിൽ അഗ്രികൾച്ചർ കോഴ്സിന് 4 ക്യാമ്പസുകളാണുള്ളത്. ഫിഷറീസ് കോഴ്സിനാണെങ്കിൽ 2 ക്യാമ്പസാണുള്ളത്. ഫോറസ്ട്രി കോഴ്സിനാണെങ്കിൽ 1 ക്യാമ്പസാണുള്ളത്. ഈ ക്യാമ്പസുകളിലെല്ലാം സീറ്റുകളുടെ 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഈ KEAM ത്രൂവും. അപ്പോൾ നമുക്ക് ഈ 85% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ KEAM ത്രൂ ഉള്ള അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ നാം കൃത്യമായി പങ്കെടുക്കണം. ഈ കോളേജുകളുടെ തന്നെ 15% സീറ്റിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ICARൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കണം. ഇന്ത്യ മുഴുവനുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഈ ക്യാമ്പസുകളേക്കാൾ മികച്ച ക്യാമ്പസുകൾ ഇന്ത്യയിലെ ഈ 52 യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളും ഒക്കെ ഏറ്റവും ടോപ്പ് റേറ്റിംഗ് ഉള്ള അഗ്രികൾച്ചർ കോഴ്സുകൾ റൺ ചെയ്യുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ പഠിക്കണം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ, ഏറ്റവും നല്ല ക്യാമ്പസുകൾ, ഏറ്റവും നല്ല പ്ലേസ്മെന്റ് ലഭിക്കുന്ന ക്യാമ്പസുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കോഴ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് മെഡിക്കൽ സെക്ടറിലെ MBBSഉം BDSഉം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കുന്ന, മുന്നോട്ട് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ തരുന്ന ഈ അഗ്രികൾച്ചർ സീറ്റ് ഒന്ന് നേടിയെടുക്കുവാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം ഈ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഏത് സംശയങ്ങൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. ഇനി ഈ സമയത്തൊക്കെ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് നീറ്റിൻ്റെ സ്കോറോ CUETയുടെ സ്കോറോ ഇപ്രാവശ്യം എക്സാമിനേഷൻ എഴുതിയപ്പോൾ അല്പം മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ എത്ര പ്രാക്ടീസ്ഡ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് വേണ്ട പേഴ്സണൽ അറ്റൻഷൻ കിട്ടിയില്ല, ഈ സമയത്തൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. അടുത്ത വർഷത്തെ 2024 എക്സാമിനേഷൻ നമ്മുടെ മുമ്പിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. പരീക്ഷകൾ ധാരാളമുണ്ട്, പക്ഷെ പഠിക്കേണ്ട രീതി ഒന്നാണ്. അവിടെ പേഴ്സണൽ അറ്റൻഷനാണ് ആവശ്യം. വേണ്ടത് നല്ല കെയർ ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ്. മൊബൈലും ടാബുമായിട്ടിരുന്ന് നമ്മുടെ സമയം കളയേണ്ടതല്ല. നമ്മളെ ഓരോ ദിവസവും പഠിച്ചോ എന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ ഇംപ്രൂവ്മെൻറ്റും ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് എൻ്റെ പെർസെൻറ്റേജ് മാർക്ക് എത്രയിൽ നിൽക്കുന്നു എന്ന് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി വിജയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള യോഗ ക്ലാസ്സുകളും മോട്ടിവേഷണൽ പ്രോഗ്രാംസും ഒക്കെ ഈ കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പഠിക്കാനുള്ള ഒരു എൻവിറോൺമെൻറ്റ്, മൊബൈലിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ, TVയുടെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ടീച്ചേഴ്സിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന ഒരു സൗകര്യങ്ങൾ, ഇതെല്ലാം ഒരേപോലെ കൊടുക്കുകയാണ് കഴിഞ്ഞ 23 വർഷമായി ആൽഫ അക്കാഡമി. അതുകൊണ്ടാണ് ആൽഫയുടെ റിസൾട്ട് 80% ബിലോ ഇതുവരെ പോകാത്തത്. ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് കുട്ടികളെ എത്തിക്കുകയാണ്, ആ വിജയം നേടാനുള്ള കഴിവുകളിലേക്ക് അവരെ എത്തിക്കുകയാണ്. ഇങ്ങനൊരു സിസ്റ്റത്തിന്റെ പാർട്ടായി 2024 റിപ്പീറ്റർ ബാച്ചിലൂടെയോ ക്രാഷ് കോഴ്സിലൂടെയോ ലോങ് ടൈം കോച്ചിങ്ങിലൂടെയോ ഓൺലൈൻ ബാച്ചായിട്ടോ
പഠിക്കാനും വിജയിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നേരിട്ട് വരാം, വിളിക്കാം. നിങ്ങളെ പഠിപ്പിക്കാൻ, വിജയത്തിലേക്ക് നയിക്കാൻ, വിജയം നേടിയെടുക്കാനുള്ള ഒരു കഴിവുള്ളവരാക്കി മാറ്റാൻ ആൽഫയുടെ എൻഡർ ടീം നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.